വടക്കൻ കേരളത്തിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. മലപ്പുറത്ത് ഒഴുക്കിൽപ്പെട്ട 4 വയസ്സുകാരൻ മരിച്ചു. കനത്ത മഴയിൽ സംസ്ഥാനമാകെ വ്യാപക നാശനഷ്ടങ്ങളായി. വരും മണിക്കൂറുകളിൽ വടക്കൻ കേരളത്തിൽ മഴ ഇനി കനക്കുമെന്നാണ് സൂചന. 9 ഇടങ്ങളിൽ ഇന്ന് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 9 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും നൽകിയിട്ടുണ്ട്. കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും ആരംഭിച്ചിട്ടുണ്ട്. 12 ഡാമുകൾ തുറന്നു. റവന്യൂ മന്ത്രി AP അനിൽകുമാറാണ് രക്ഷാപ്രവർത്തനത്തിന്റെ ഏകോപന ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്നലെ മുതൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ, പ്രത്യേകിച്ച് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ വളരെ ശക്തമായ മഴയും അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിലും ഒറ്റപ്പെട്ട കനത്തതുമായ മഴയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇടുക്കിയിൽ 3 ഇടങ്ങളിൽ, ഒരിടത്ത് ഉരുൾപൊട്ടലും 2 ഇടത്ത് മണ്ണിടിച്ചിലും, അതുപോലെ തന്നെ കോട്ടയത്ത് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുന്ന ഉൾപ്പെടെയുള്ള ചെറിയ രീതിയിലും വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 50 കിലോമീറ്റർ വേഗതയുള്ള കാറ്റ് കൂടി ഉണ്ടാവാനുള്ള സാധ്യതയാണ് പ്രവചനമുള്ളത്. അപ്പോൾ അതൊക്കെ മുൻകൂട്ടിയുള്ള മുന്നൊരുക്കങ്ങൾ എല്ലായിടത്തും നടത്തിയിട്ടുണ്ട്. 2 ദിവസം മുമ്പ് തന്നെ 5 ദിവസം മഴ ഉണ്ടാകുമെന്നുള്ള വിവരം ലഭ്യമായതിനെ തുടർന്ന് ജില്ലാ കളക്ടേഴ്സിൻ്റെ മീറ്റിംഗ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ, റവന്യൂ സെക്രട്ടറി നേരിട്ട് തന്നെ വിളിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള ജില്ലകളിലെ കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി ഇന്ന് 11 മണിക്ക് ജില്ലാ കളക്ടർമാരുടെ ഓൺലൈൻ മീറ്റിംഗ് ഇന്നും വിളിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകൾ അപകടത്തിൽപ്പെട്ടു. 2 പേരെ കാണാതായി. മുതലപ്പുഴയിൽ കാണാതായ 2 പേർക്കായി തിരച്ചിലിന് നേവിയുടെ സഹായവും തേടിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് സർവ്വശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് രമ്യ ഹരിദാസ് MLA പറഞ്ഞത്. ചിറയൻകീഴ് MLA. മലയോര മേഖലകളിലും കനത്ത മഴയാണ്. കല്ലാർ പൊന്മുടി റോഡിൽ 12-ാം വളവിലും 22-ാം വളവിന് സമീപവും മണ്ണിടിഞ്ഞു. നീരൊഴുക്ക് വർദ്ധിച്ചതോടെ നെയ്യാർ ഡാമിന്റെ ഷട്ടറുകളും ഉയർത്തിയിട്ടുണ്ട്. ചെങ്കോട്ടപ്പാതയിൽ കനത്ത മഴയിലും ശക്തമായ കാറ്റിലും മരത്തിന്റെ ശിഖരം റോഡിലേക്ക് പതിച്ചു. കാറിൽ യാത്ര ചെയ്യുകയായിരുന്ന ടോൾ ജംഗ്ഷൻ സ്വദേശി ജിയാസും കുടുംബവും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഡാൻ കുര്യൻ നമുക്കൊപ്പമുണ്ട്. ഡാൻ, തീരദേശ മേഖലയിൽ വലിയ നഷ്ടമാണ്. പൊതുവിൽ തെക്കൻ കേരളത്തിൽ കാര്യമായ മഴക്കെടുതികൾ ഇല്ല എങ്കിൽ പോലും തീരദേശത്ത് വലിയ നഷ്ടങ്ങളും ആശങ്കപ്പെടുന്ന സാഹചര്യമുണ്ട്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? രക്ഷാപ്രവർത്തനം എങ്ങനെ തുടരുന്നു? ഞാനിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞം ഹാർബറിനോട് ചേർന്നുള്ള പ്രദേശത്താണ്. അതിശക്തമായ മഴ ഇന്നലെ വൈകിട്ട് മുതൽ ഇവിടെ പെയ്യുകയും കടൽ പ്രക്ഷുബ്ധമാകുകയും ചെയ്തതിന് പിന്നാലെയാണ് മുതലപ്പുഴയ്ക്ക് സമീപം വള്ളം മറിഞ്ഞ് 8 പേർ സഞ്ചരിച്ചിരുന്ന വള്ളം മറിഞ്ഞ് അപകടമുണ്ടായത്. ഇതിൽ 6 പേരെ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. പക്ഷേ 2 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. 2 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. സംസ്ഥാന സർക്കാർ നേവിയുടെ സഹായം തേടിയിട്ടുണ്ട് ഈ 2 പേരെ കണ്ടെത്തുന്നതിന് വേണ്ടി. അതോടൊപ്പം വിഴിഞ്ഞത്തും ഉൾക്കടലിൽ കടൽ വളരെ പ്രക്ഷുബ്ധമാണ്. മത്സ്യബന്ധനത്തിനായി പോകുന്ന മത്സ്യത്തൊഴിലാളികളോട് ജാഗ്രത പാലിക്കണമെന്ന കർശനമായ നിർദ്ദേശം കോസ്റ്റൽ പോലീസും കോസ്റ്റ് ഗാർഡുമൊക്കെ നൽകിയിട്ടുണ്ട്. നിലവിൽ ഈ ഏതാനും ദിവസങ്ങൾ, അതായത് വരുന്ന 5-ാം തീയതി വരെ സമാനമായ തരത്തിൽ കടൽ പ്രക്ഷുബ്ധമായിരിക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി നേരത്തെ തന്നെ നൽകിയിട്ടുള്ളതാണ്. അതിനിടയിലാണ് മത്സ്യബന്ധനത്തിനായി വിഴിഞ്ഞം മുതലപ്പുഴ ഭാഗങ്ങളിൽ നിന്ന് ഉൾക്കടലിലേക്ക് പോയ മത്സ്യത്തൊഴിലാളികൾ സഞ്ചരിച്ചിരുന്ന ഒരു സംഘം സഞ്ചരിച്ചിരുന്ന വള്ളം മറിയുകയും 2 പേരെ കാണാതാകുകയും ചെയ്തിരിക്കുന്നത്. ശ്രീജിത്ത്, ശ്രീമോൻ തുടങ്ങിയ 2 പേരെയാണ് കാണാതായിരിക്കുന്നത്. ഇവർക്ക് വേണ്ടിയാണ് കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ കോസ്റ്റൽ പോലീസും ഒക്കെ ചേർന്ന് ഏറെ മണിക്കൂറുകളായി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേവിയുടെ സഹായവും തേടിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് കൃത്യമായ അറിയിപ്പും വന്നിട്ടുണ്ട്. വളരെ പ്രക്ഷുബ്ധമായ സാഹചര്യത്തിലാണ് കടൽ. പക്ഷേ തിരുവനന്തപുരത്ത് യെല്ലോ അലേർട്ടാണ് ഇന്ന് നിലനിൽക്കുന്നത്. യെല്ലോ അലേർട്ട് നിലനിൽക്കുമ്പോഴും അതിശക്തമായ തിരമാലകൾ അടിച്ചു കയറുന്നുണ്ട്. മഴ വീണ്ടും കനക്കുന്ന സാഹചര്യം ഉണ്ടായാൽ കടലിലേക്കുള്ള മത്സ്യബന്ധനത്തിനായുള്ള യാത്ര പൂർണ്ണമായി അവസാനിപ്പിക്കണം, അതിൽ നിരോധനം ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശം കൂടിയാണ് വന്നിരിക്കുന്നത്. ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ നിർദ്ദേശങ്ങൾ ദുരന്ത നിവാരണ വകുപ്പിനും അതോടൊപ്പം തന്നെ മറ്റ് വകുപ്പുകൾക്കുമെല്ലാം, റവന്യൂ വകുപ്പിനുമെല്ലാം നൽകിയിട്ടുമുണ്ട്. എന്തായാലും കോസ്റ്റ് ഗാർഡും
മറൈൻ എൻഫോഴ്സ്മെൻറ്റും കോസ്റ്റൽ പോലീസും ഒക്കെ ഒരുമിച്ചാണ് ഇപ്പോൾ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ജാഗ്രത പാലിക്കണമെന്ന കർശനമായ നിർദ്ദേശമാണ് വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും ഉൾപ്പെടെ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിരിക്കുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും നേവിയുടെ സഹായം സംസ്ഥാനം തേടിയിട്ടുണ്ട്. കാരണം മത്സ്യത്തൊഴിലാളികൾ അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള കൂടുതൽ സഹായത്തിനാണ് നേവിയുടെ ഹെൽപ്പ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തേടിയിരിക്കുന്നത്. തിരുവനന്തപുരത്തിൻ്റെ മലയോര മേഖലകളിലും ആശങ്കകളുണ്ട്. കാരണം അവിടെയും മഴക്കെടുതികൾ രൂക്ഷമാണ്. പ്രത്യേകിച്ച് ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട് നദികളിൽ. എന്താണ് സാഹചര്യം വിശദമായി പരിശോധിക്കാം. വി അരുൺ നമുക്കൊപ്പമുണ്ട്. അരുൺ, അരുവിക്കരയിൽ നിന്നാണ് അരുൺ നമുക്കൊപ്പം ചേരുന്നത്. അരുൺ, എന്താണ് അരുവിക്കരയുടെ സാഹചര്യം? സംസ്ഥാനത്തേക്ക് പ്രത്യേകിച്ചും നഗരത്തിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെയൊക്കെ പ്രധാന നിയന്ത്രണ കേന്ദ്രം കൂടിയാണല്ലോ അരുവിക്കര. എന്താണ് പൊതുവിൽ മലയോര മേഖലയുടെ സാഹചര്യം? മലയോര മേഖലകളിലും മഴ ശക്തമാണ്. ഇന്നലെ രാത്രി മുതൽ പൊന്മുടിയിൽ അതിശക്തമായ മഴയിൽ 3 ഇടത്ത് മണ്ണിടിച്ചിലുണ്ടായി. പൊന്മുടിയിൽ 3 വളവുകളിൽ പ്രധാനപ്പെട്ട പൊന്മുടിയിലേക്കുള്ള റോഡിൽ 3 പ്രധാന വളവുകളിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അതിന്റെ പ്രശ്നങ്ങൾ അവിടെയുണ്ട്. രാത്രി തന്നെ അവിടെ ശക്തമായ വെള്ളം ഒഴുക്കും അതുപോലെ തന്നെ മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട്. 3 മേഖലകളിലാണ് രാത്രിയിൽ തന്നെ മണ്ണിടിച്ചിലുണ്ടായത്. പൊന്മുടി അതുപോലെ സമീപമുള്ള മങ്കയം ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലൊക്കെ ഇന്ന് രാവിലെ തന്നെ ജില്ലാ ഭരണകൂടം യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അരുവിക്കര ഡാമിന് സമീപത്താണുള്ളത്. ഇവിടെയും അതിശക്തമായ മഴയുണ്ട്. അതിശക്തമായ മഴയിൽ ഇവിടുത്തെ ഡാമിന്റെ ഷട്ടറുകൾ ഇതിനകം തുറന്നിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ ഇവിടെ ഉണ്ട്. 4 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. ഒരു 5 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. 4 എണ്ണം പൂർണ്ണമായും ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. ഇനിയും ബാക്കിയുള്ള ഷട്ടറുകളുടെ മഴ ശക്തമായാൽ വൈകുന്നേരത്തോടുകൂടി കൂടുതൽ ഷട്ടറുകൾ ഉയർത്താനാണ് തീരുമാനം. ശക്തമായ മഴയത്തുള്ള നെയ്യാർ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുന്നതിനാൽ അവിടെയും 4 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. 20 സെന്റിമീറ്റർ വീതം അവിടെ തുറന്നിട്ടുണ്ട്. രാവിലെ 80 സെന്റിമീറ്റർ ഉയർത്തിയിരുന്നു. വീണ്ടും അവിടെ സമീപപ്രദേശങ്ങളിലേക്ക് വെള്ളം കയറാം. കൂടുതൽ ക്രമീകരണം ഏർപ്പെടുത്തുമെന്ന് ജില്ലാ ഭരണകൂടവും വാട്ടർ അതോറിറ്റിയും ഒക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പേപ്പാറ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അവിടെ പേപ്പാറ ഡാമിലെ ഷട്ടറുകൾ ഉയർത്തും. അതേ തുടർന്ന് തന്നെയാണ് അരുവിക്കര ഡാമിലെ ജലനിരപ്പും ഉയരാൻ സാധ്യതയുള്ളത്. വൈകിട്ട് 5 മണിക്ക് അരുവിക്കര ഡാമിന്റെ 2 മുതൽ 5 വരെ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ വീതം കൂടി ഇപ്പോൾ നിലവിൽ 200 സെന്റിമീറ്റർ തുറന്നിട്ടുണ്ട്. അതിന് പുറമെ 80 സെന്റിമീറ്റർ കൂടി ചേർത്ത് 280 സെന്റിമീറ്റർ ഉയർത്തുമെന്നാണ് മുന്നറിയിപ്പ്. ഇപ്പോൾ കാണുന്ന 4 ഷട്ടറുകളിലും പൂർണ്ണമായി തുറന്ന 4 ഷട്ടറുകളുടെ വലിയ ജല ഒഴുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഡാമുകളുടെ ഇരു പ്രദേശം കരകളിൽ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടവും മറ്റ് ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ നൽകിയിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ കവിഞ്ഞൊഴുകുകയാണ് ഇവിടെയൊക്കെ ഈ ഡാമിന്റെ കരകളിലൊക്കെ ജലം. ഇത് ഈ ഒരു മലയോര മേഖലയിൽ മാത്രമല്ല നഗരത്തിലും വലിയ ശക്തമായ മഴയിൽ പലയിടത്തും നാശനഷ്ടങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് സെക്രട്ടറിയേറ്റിന് സമീപവും മരുതൂർ കടവും വഴുതക്കാടും പട്ടത്തും മരപ്പാലത്തും കുടപ്പനക്കുന്നും ജലാശുപത്രി സമീപമൊക്കെ മരങ്ങൾ കടപുഴകി വീണ വിവരമുണ്ട്. പലയിടത്തും വൈദ്യുതി തടസ്സമുണ്ടായിട്ടുണ്ട്. കെഎസ്ഇബിയുടെ ലൈനുകൾ പലയിടത്തും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്ന തരത്തിൽ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം പലയിടങ്ങളിലും നടക്കുന്നു. മരങ്ങൾ വീണ് പലയിടത്തും ഗതാഗത തടസ്സമുണ്ടായിരിക്കുന്നു. അങ്ങനെ തലസ്ഥാനത്തിന്റെ നഗര മേഖലകളിലും അതുപോലെ തന്നെ മലയോര മേഖലയിൽ കുറച്ചുകൂടി മഴ ശക്തമാണ്. ഇപ്പോഴും ഈ അരുവിക്കര ഭാഗത്ത് ശക്തമായ മഴച്ചാറ്റലുണ്ട്. നേരത്തെയൊക്കെ അതിശക്തമായ മഴയായിരുന്നു. ഇനിയും മഴ ശക്തമായി പെയ്താൽ ഒരുപക്ഷെ ഡാമിന്റെ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തേണ്ടി വരും. അങ്ങനെ തലസ്ഥാന ജില്ലയിലും മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് മഴ കുറവാണെങ്കിലും മലയോര മേഖലകളിൽ അതിശക്തമായ മഴയുണ്ട്. നഗരത്തിലും മഴയുടെ ഭാഗമായുള്ള കെടുതികൾ പലയിടങ്ങളിലും ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സജിത്ത, അതാണ് സാഹചര്യം. എന്തായാലും നോക്കുക, ദൃശ്യങ്ങളിലേക്ക് പോവുക. അരുവിക്കര ഡാമിൻ്റെ അവസ്ഥയാണിപ്പോൾ. എല്ലാ ഷട്ടറുകളും തുറന്നു വെച്ചിരിക്കുന്ന സാഹചര്യം. അവിടെ അതിശക്തമായ വെള്ളം ആണ് അനുഭവപ്പെടുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ റെഡ് അലർട്ട് ഒന്നും പ്രഖ്യാപിക്കാത്ത മേഖല കൂടിയാണ്. എന്നിട്ട് കൂടി അതിശക്തമായ മഴയും സാഹചര്യങ്ങളും നിലനിൽക്കുകയാണ്. മഴക്കെടുതികൾ നഗരമേഖലകളിലടക്കം റിപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും അതിശക്തമായ മഴയ്ക്ക് സൂചന എന്ന് തന്നെയാണ് മുന്നറിയിപ്പുകൾ വരുന്നത്. ഇന്നത്തെ ദിവസം വടക്കൻ കേരളത്തിലാണ് റെഡ് അലേർട്ട്. ഇന്നലെ വെളുപ്പിനോടുകൂടിയാണ് അതിശക്തമായ മഴ പലപ്പോഴും മധ്യകേരളത്തിൻ്റെ മേഖലകളിലൊക്കെ അനുഭവപ്പെട്ടത്. ഇനിയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ എങ്ങനെ വിശദമായി നോക്കാം. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് പ്രകാരം നമ്മൾ എത്ര കണ്ട് ജാഗ്രത പാലിക്കണം? നാളത്തെ അവസ്ഥ എന്തായിരിക്കും? എന്തെങ്കിലും ആ തരത്തിലുള്ള മുന്നറിയിപ്പുകളുണ്ടോ? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.